ഗ്ലോറി ബി ടു ഗോഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ ദിവസം അല്പസമയ ചിന്തയ്ക്ക് ആധാരമായ ഒരു വേദഭാഗം വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48-ാം അധ്യായം അതിൻ്റെ 17-18 വചനങ്ങൾ. ഇസ്രായേലിന്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ. അയ്യോ, നീ എൻ്റെ കൽപ്പനകളെ കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. എന്നാൽ നിന്റെ സമാധാനം നദി പോലെയും നിന്റെ നീതി സമുദ്രത്തിലെ തിര പോലെയും ആകുമായിരുന്നു. Isaiah chapter 48 verse 17 and 18. This is what the Lord says, your Redeemer, Holy One of Israel. I am the Lord your God, who teaches you what is best for you, who directs you in the way you should go. If only you have paid attention to my commands, your peace would have been like a river, your well-being like the waves of the sea. Amen. ഇസ്രായേലിന്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അതെ, നമ്മുടെ ദൈവം ഇസ്രായേലിന്റെ പരിശുദ്ധനാണ്. ആത്മീയ ഇസ്രായേലരായ നാം നമുക്ക് ഓരോരുത്തർക്കും പരിശുദ്ധനായൊരു ദൈവമുണ്ട്. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുന്ന വചനപ്രകാരം എല്ലാ നടപ്പിലും നാം വിശുദ്ധരായിരിക്കണം. ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളുവാൻ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. സ്തോത്രം. പരിശുദ്ധനായ ദൈവം മാത്രമല്ല, നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ദൈവം. സ്തോത്രം. യേശുക്രിസ്തു തൻ്റെ രക്തം നൽകി നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. സ്തോത്രം. വീണ്ടെടുപ്പിൻ്റെ വില പ്രാപിച്ച നാം ഓരോരുത്തരും ഇനിയും ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് നാം പ്രാപിച്ചിട്ടില്ല. അതിനുവേണ്ടി നാം വിശുദ്ധിയോട്, വേർപാടോട്, ദൈവഭയത്തോടെ, ഭക്തിയോടെ ഈ ലോകത്തിൽ നാം ജീവിക്കണം. സ്തോത്രം. മണവാളനായ യേശുക്രിസ്തു എത്രയും വേഗം വാനമേഘത്തിൽ നമ്മെ ചേർക്കുവാൻ വരുമ്പോൾ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് നമുക്ക് പ്രാപിക്കുവാനിടയായിത്തീരും. അപ്പോൾ നമ്മുടെ പരിശുദ്ധനെ വീണ്ടെടുപ്പുകാരനായ യഹോവ ഇപ്രകാരം നമ്മോട് അരുളി ചെയ്യുന്നു: ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും. സ്തോത്രം. I am the Lord your God who teaches the best for you. നമുക്ക് നല്ലതായിട്ടുള്ള കാര്യങ്ങളെ, നന്മയായുള്ള കാര്യങ്ങളെ, ശുഭകരമായ കാര്യങ്ങളെ, ബെസ്റ്റായിട്ടുള്ളത് പ്രവർത്തിപ്പാൻ നമ്മെ അഭ്യസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. നാം ആരാധിക്കുന്ന, നാം സേവിക്കുന്ന ദൈവം നമ്മെ സൗഖ്യമാക്കുന്ന, നമ്മെ വിടുവിക്കുന്ന, നമ്മെ ഉയർത്തുന്ന, അനുഗ്രഹിക്കുന്ന, മാനിക്കുന്ന ദൈവം മാത്രമല്ല, നമ്മെ അഭ്യസിപ്പിക്കുന്ന ദൈവമാണ്. സ്തോത്രം. അത് 144-ാം സങ്കീർത്തനങ്ങൾ 1-ാം വചനത്തിൽ സങ്കീർത്തനക്കാരനായ ദാവീദ് ഇങ്ങനെ പറയുന്നു: യുദ്ധത്തിനായി എൻ്റെ കൈകളെയും പോരിനായി എൻ്റെ വിരലുകളെയും നീ അഭ്യസിപ്പിക്കണമേ. സ്തോത്രം. അതായത് നമ്മെ പ്രവർത്തിപ്പിക്കുവാൻ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഒരു ആത്മീയ യുദ്ധത്തിന് നമ്മെ അഭ്യസിപ്പിക്കുന്ന, പോരിന് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിലെ ലോകാധിപതികളോടും സർവ്വ ദുഷ്ടാത്മസേനകളോടും അന്ധകാര ശക്തികളോടും നമുക്ക് പോരാട്ടമുണ്ട്. അപ്പോൾ നമുക്ക് പോരാടുവാനും യുദ്ധം ചെയ്യുവാനും സ്തോത്രം, പിന്നിലുള്ളത് മറന്ന് മുന്നിലുള്ളത് മാത്രം നോക്കി യാത്ര ചെയ്യുവാനും സ്തോത്രം, ഒരു നല്ലൊരു സേവകനായി സ്തോത്രം, നല്ല യുദ്ധസേവ ചെയ്യേണ്ടതിന് നമ്മെ അഭ്യസിപ്പിക്കുന്നൊരു ദൈവമുണ്ട്. അത് സങ്കീർത്തനക്കാരനായ ദാവീദ് തൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നു. തന്നെ ദൈവം അഭ്യസിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് ഒരൊറ്റ കല്ല് കൊണ്ട് ഗോലിയാത്തിനെ വീഴ്ത്തുവാൻ ഇടയായിത്തീർന്നു. അതുപോലെ മഹാജയം അദ്ദേഹത്തിന് ലഭിച്ചത്. സ്തോത്രം. എന്നാൽ ഇവിടെ നാം വായിക്കുന്നു, യുദ്ധം ചെയ്യുവാനും പോർ ചെയ്യുവാനും മാത്രമല്ല, ശുഭകരമായി പ്രവർത്തിപ്പാൻ ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങളെ നമ്മെ പഠിപ്പിക്കുന്ന, നമ്മെ അഭ്യസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. നിന്റെ വഴികളെ യഹോവയിൽ തന്നെ ഫരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ തന്നെ സമർപ്പിക്കുന്ന വചനം പറയുന്നത് പോലെ സ്വന്തം വിവേകത്തിൽ ഊമരുത്. ഈ നാളുകളിൽ നാം ചെയ്യുന്നത് തന്നെ ശരി, നാം പ്രവർത്തിക്കുന്നത് തന്നെ ശരി, എൻ്റെ ചിന്ത, എൻ്റെ പ്രവൃത്തി, എൻ്റെ ബുദ്ധിമണ്ഡലം, ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണ് എന്നൊരു തോന്നലുള്ളവർക്ക് ഒരിക്കലും ദൈവം അഭ്യസിപ്പിക്കുന്നത് ചെയ്യുവാനോ ദൈവം മുൻപാകെ താഴ്ത്തുവാനോ കഴിയുകയില്ല. എന്നാൽ നമ്മെ തന്നെ നാം ദൈവകരങ്ങളിൽ താഴ്ത്തി സമർപ്പിച്ച് നമ്മുടെ പ്രവൃത്തിയെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുമെങ്കിൽ കർത്താവ് നമ്മുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരും. ശുഭകരമായി പ്രവർത്തിപ്പാൻ ദൈവം നമ്മെ അഭ്യസിപ്പിക്കും. എത്ര പേർ ആഗ്രഹിക്കുന്നു, നാം പലപ്പോഴും പല രീതിയിൽ പ്രവർത്തിച്ചിട്ടും ഒരു നന്മ കാണുവാനോ വേണ്ടത്ര അനുഗ്രഹങ്ങൾ
അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ കർത്താവെ അങ്ങ് ശുഭകരമായി പ്രവർത്തിപ്പാൻ അഭ്യസിപ്പിക്കുന്ന ദൈവമാകിയാൽ എൻ്റെ സകല പ്രവൃത്തികളെ അങ്ങയുടെ കരങ്ങൾ തരുന്നു, എൻ്റെ കൈകളെ അങ്ങയുടെ കരങ്ങൾ തരുന്നു. അങ്ങ് എന്നെ അഭ്യസിപ്പിക്കണമേ, അങ്ങയുടെ ദൃഷ്ടിയിൽ ശുഭകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാമോ? ഉദാഹരണത്തിന് ലോത്തും അബ്രഹാം ദൈവഹിതപ്രകാരം ദൈവിക ആലോചന പ്രകാരം ദൈവത്തിന് ശുഭകരമായ ഒരു ദേശം തിരഞ്ഞെടുത്തു, അതാണ് കനാൻ ദേശം. എന്നാൽ ലോത്തോ തൻ്റെ കണ്ണിന് നോക്കുമ്പോൾ മാനുഷികമായി തനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയ ഒരു പട്ടണം തിരഞ്ഞെടുത്തു. നല്ല ഫലപുഷ്ടി മനോഹരമായ ഒരു പട്ടണം. ആമേൻ, സ്തോത്രം. അതാണ് സൊദോം ഗൊമോറ. പക്ഷേ അവിടെ ശുഭകരമായ പ്രവൃത്തികളല്ല നടന്നത്. കണ്ണിന് ഇമ്പമായ മ്ലേച്ഛ പ്രവൃത്തികൾ അവിടെ നടന്ന അവസാനം ദൈവകോപം അവിടെ ഉണ്ടായി ആ പട്ടണം നശിപ്പിക്കപ്പെടുവാനിടയായി തീർന്നു. സ്തോത്രം. ലോത്തും കുടുംബവും കഷ്ടിച്ചാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവമക്കളെ, നമുക്ക് ശുഭകരമായി തോന്നുന്ന കാര്യങ്ങൾ നാം ചെയ്യുവാനല്ല, ശുഭകരമായി പ്രവർത്തിപ്പാൻ നമ്മെ അഭ്യസിപ്പിക്കുന്ന ഒരു ദൈവകരങ്ങളെ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുമെങ്കിൽ ആ കർത്താവ് ദാനിയേൽ അവൻ ശുഭപ്പെട്ടിരുന്നു എന്ന് വായിക്കുന്നു. കാരണം ദാനിയേൽ എപ്പോഴും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അവൻ ദൈവത്തോട് ആലോചന ചോദിച്ചു പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും അമ്മയുടെ സകല രഹസ്യങ്ങളെ ദൈവത്തോട് അവൻ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവത്തിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നൊരു സ്വഭാവം ദാനിയേലിനുണ്ടായിരുന്നു. അത്ര തിരക്കിനിടയിലും താൻ ദൈവത്തോട് സംസാരിക്കുമായിരുന്നു. അതുകൊണ്ട് താൻ ശുഭപ്പെട്ടിരുന്നു. മാത്രമല്ല, ശുഭകരമായി പ്രവർത്തിപ്പാൻ നമ്മെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ. നാം പോകേണ്ടുന്ന വഴിയുണ്ട്, നമുക്ക് പോകുവാൻ ഇഷ്ടമുള്ള വഴിയുണ്ട്. എന്നാൽ നാം പോകേണ്ടുന്ന വഴിയുണ്ട്, നാം തിരഞ്ഞെടുക്കേണ്ടുന്ന വഴിയുണ്ട്. സ്തോത്രം. നമ്മുടെ കണ്ണിന് ഇன்பമായി നമുക്കിഷ്ടപ്പെട്ട വഴികളല്ല, നാം ഏത് വഴിയിലാണോ പോകേണ്ടുന്നതെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ ആ വഴിയിൽ തന്നെ നമ്മെ നടത്തുന്ന ഒരു കർത്താവുണ്ട്. ആയതിനാൽ 32 സങ്കീർത്തനം 8-ാം വചനത്തിൽ വായിക്കുന്നു, ഞാൻ നിന്നെ ഉപദേശിച്ച് നീ നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ആ ദൈവകരങ്ങൾ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുമെങ്കിൽ കർത്താവ് നമ്മെ വഴി നടത്തുന്ന ദൈവമാണ്. സ്തോത്രം. അങ്ങനെ ചെയ്ത ആ കൽപ്പനകളെ നാം അനുസരിച്ചാൽ നമ്മുടെ സമാധാനം നദി പോലെ സമാധാനം. ആമേ, സ്തോത്രം. നിറഞ്ഞു കവിയുന്നൊരു സമാധാനവും ആമേ, സമുദ്രത്തിലെ തിര പോലെ നീതി. ആമേൻ, ഒന്നിനു പുറകെ മറ്റൊന്നായിട്ട് തിരമാലകൾ അടിക്കുന്നത് പോലെ നീതിയായ ദൈവ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ നീതിമാനായ കർത്താവ് ഇടയാക്കി തീർക്കുമായതിനാൽ ഈ വചനപ്രകാരം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം. അതേനാഥ, അങ്ങ് ശുഭകരമായി പ്രവർത്തിപ്പാൻ ഞങ്ങളെ അഭ്യസിപ്പിക്കുന്ന ദൈവമാണ്. അപ്പാ, ഞങ്ങൾ പോകേണ്ടുന്ന വഴിയിൽ ഞങ്ങളെ വഴി നടത്തുന്ന കർത്താവാണ്. അപ്പായെ പരിശുദ്ധനെ, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ ദൈവമേ, അങ്ങയുടെ കരങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവേ. യേശുവേ, സ്തോത്രം. അങ്ങ് നടത്തുന്ന പാതയിൽ ഞങ്ങൾ നടന്ന കർത്താവേ, ഈ ഭൂമിയിലുള്ള അനുഗ്രഹങ്ങൾ ഇവിടെയും ശുഭപ്പെട്ടിരിക്കുക മാത്രമല്ല കർത്താവേ, സകലത്തിലും ശുഭമായും സുഖമായും വരുന്ന ആ സ്വർഗരാജ്യത്തിലെ അവകാശങ്ങളെ, നന്മകളെ, അനുഗ്രഹങ്ങളെയും നിത്യസുക്ഷാവിധിയിൽ ഒഴിഞ്ഞ് നിത്യരക്ഷ പ്രാപിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. സമാധാനമില്ലാതെ ലോകത്ത് ഞങ്ങളായിരിക്കുമ്പോൾ നദിപോലെ അങ്ങയുടെ സമാധാനവും അങ്ങയുടെ നീതിയാൽ ഞങ്ങളെ നിറയ്ക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അനുസരിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവം സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you.